നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് പുറത്തു പോയി നിലാപത്തിരിക്കാം. അപ്പൊ എനിക്കൊന്ന് രണ്ട് കവിത കേൾക്കാമല്ലോ. പക്ഷെ ഞാൻ ഇന്ന് ഉറക്കിയല്ല. നമുക്ക് ആ ചെമ്പോച്ചോട്ടി പോയിരിക്കാം. ചെമ്പകം ഉണ്ടോന്നറിയാല അവിടെ ഏതാണ്? ഉണ്ട്, ഞാൻ വന്നപ്പോഴേ നോക്കി അവിടെ ഒരു ചെമ്പകം ഉണ്ട്. അത് വട്ടയാ. ആ അതിന്റെ അപ്പുറത്തൊരു മുള്ളുമുരിക്ക്. അതിന്റെ വേറെ ചെമ്പകം ഉണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ബാ നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടി ഇരുന്നാ പോരെ. മുള്ളുമുരിക്കാ ബെസ്റ്റ്. ബാ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ അനുഗ്രഹം ഉണ്ടാകണം. അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവും. എന്റെ ആശാൻ എന്നെ കളവ് പഠിപ്പിച്ചത് നിന്റെ അച്ഛനാണ്. അതെ, നിന്റെ അച്ഛൻ മരണക്കടക്കയിൽ വെച്ച് എന്നോട് പറഞ്ഞു നിന്നൊരു സ്റ്റാൻഡിലാക്കി കൊടുക്കണമെന്നും. നീ ഒരു 3-4 അറ്റംപ്റ്റ് കളവൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ നീ പതുക്കെ ട്രാക്കിലേക്ക് വരുന്നേ. എനിക്കൊരു കാര്യം അറിയാണ്ട് എന്താണ്, അതായത് എല്ലാ ആദ്യരാത്രി നടക്കുന്നിടത്താണല്ലോ ആശ മോട്ടിക്കാൻ പോകുന്നത് കൂടുതൽ. അതെന്താണ് അങ്ങനെ? ആദ്യരാത്രി നടക്കുന്ന വീടുകളിൽ ചെന്ന് നമ്മൾ മോഷ്ടിക്കുമ്പോ വല്ല ഒച്ച അനക്കോ ബഹളോ കേട്ടാ അവര് ശ്രദ്ധിക്കില്ല. അവര് മൈൻഡ് ചെയ്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പല പല കാര്യങ്ങളും നമ്മൾ ജനലിന്റെ ഉള്ളിൽ കൂടെ കാണും. അവിടെ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ജോലിക്കാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതത്രേ ഉള്ളൂ. അച്ഛനെ, നമ്മൾ ഈ ആദ്യം ഒരു വീട്ടിൽ ചെല്ലുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ആദ്യം ആ വീട്ടിൽ പട്ടി ഉണ്ടാന്ന് നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് CC ക്യാമറ ഉണ്ടാന്ന് നോക്കണം. ആ CC ക്യാമറ ഉണ്ടെങ്കിൽ അതിനകത്ത് പെടരുത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കാലത്ത് പോലീസായിരിക്കും നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മള്. അവര് നിലാവത്ത് പോയേക്കോ വരുന്നതിന് മുമ്പ്? ഇല്ല, അവര് കവിത എങ്ങാണ്ട് ചൊല്ലാൻ പോയേക്കാണ്. അതല്ലേ? ആശാൻ അതിന്റെ ഒരു ടൈം അറിയാം. അതെ, ടൈമിംഗ് ഒക്കെ എനിക്കറിയാം. ഓക്കെ, 101 പവൻ അലമാരിക്കാത്ത ആ പെണ്ണുപിള്ളോട് വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് എടുത്തേ. 101 പവനാണ്. 101 പവൻ. എന്റെ ദൈവമേ, വഴുടൂരിയൊക്കെ ഉണ്ട്. ആക്രാന്തം കാണിക്കരുത്. ഒന്നിനോടും ആക്രാന്തം കാണിക്കാൻ. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ്. അതെ. ഞാനൊരു കാര്യം ചെയ്തു ആശാന്. ആശാന് ഇതില് എനിക്ക് എത്ര, ആശാൻ എത്ര? നിനക്ക് എത്ര പവൻ? ഇത് 101 പവൻ ഉണ്ടല്ലോ. 1 പവൻ നിനക്ക് ഞാൻ അങ്ങോട്ട് തരും. ബാക്കി 100 പവൻ എനിക്ക്. 1 പവനോ? അതൊന്നും ശരിയാവത്തില്ല. അതൊക്കെ നീ ഒച്ച ഉണ്ടാക്കല്ലേ. അതൊന്നും ശരിയാവത്തില്ല. എന്താ ശരിയാവത്തില്ല. എനിക്ക് 50 പവൻ, ആശാനും 50 പവൻ. 50-50. ആദ്യമായിട്ട് കക്കാൻ വന്ന നിനക്ക് ഞാൻ 50-50. എടാ, 35 വർഷത്തെ സേവന പാരമ്പര്യം കൊണ്ട് എനിക്ക്. എന്നിട്ട് എന്റെ അടുത്ത് നീ കണക്ക് പറയാൻ നിൽക്കും. അങ്ങനെ ഞാൻ പോലീസിനോട് പറയും. നീ പോലീസിനെ വിളി. പോലീസ് എന്നെ പിടിക്കുള്ളൂ, എന്നെ പിടിക്കില്ല. ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട്. പോലീസ് ഒന്നും പിടിച്ചാൽ ഞാൻ തെന്നി കളിക്കും. അതിനൊന്നും ആശാൻ എണ്ണിട്ടെ കുളിക്കാനായിരിക്കും. അതാണ് പറഞ്ഞത്, നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് വേണം. നിനക്ക് അറിയില്ല ഇതൊന്നും. എന്നാലും എനിക്ക് 50 പവൻ വേണം. 50 പവനൊന്നുമില്ല. നീ 50 പവൻ വേണം. തമാശ 50 പവൻ വേണം. അവരും കൂട്ട് വന്നിട്ട് കാണിക്കുന്നു. വേണ്ട, അവര് കൊരക്കിന് പിടിക്കരുത്. ആശാനാണ്. നിന്റെ ആശാനാണ് കൊരക്കിന് പിടിക്കാൻ വേണോന്ന് പറഞ്ഞു. എന്തേട്ടാ ഒരൊച്ച പോലെ കേട്ടില്ലേ നമ്മൾ അവിടെ ഇരുന്നപ്പോ? ഇത് ഈ ഫ്ലവർ വൈസ് താഴെ വീണതേട്ടാ. എലി വല്ലതും തട്ടിയിട്ടായിരിക്കും. എന്നാന്നറിയോ, ആദിരാത്രിയല്ലേ, പാല് കാണുമെന്ന് വെച്ച് പൂച്ച എങ്ങാണ്ട് കയറിയതാ. പൂച്ച എറിയുന്നുണ്ടോ ഒന്ന് പാലില്ലാത്ത ആദിരാത്രിയാണെന്നുള്ളത്. തട്ടിയിരുന്ന ഇനിയിപ്പോ അവിടെ പോയി ആ മഞ്ഞ കൊള്ളണ്ട, നമുക്കിരിക്കാം. കവിത എങ്ങനെ ഉണ്ടായിരുന്നു? കവിത സത്യം പറഞ്ഞാല് നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ ചിലതിന്റെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സംഭവം നല്ലായിരുന്നു. ആണല്ലേ? എന്നിട്ട് ചേട്ടൻ ഇരുന്ന് നല്ല ഉറക്കമായിരുന്നല്ലോ. ചില കവിതകൾ കേട്ടാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് അതിന്റെ സംഭവം. പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ചാണ്. എന്തേട്ടാ? എനിക്ക് ഈ സ്വർണത്തിനോടോ ഈ കാശിനോടോ ഒന്നും വലിയ ആർത്തിയുള്ള ഒരാളല്ല. സത്യം. ഒരു പുരുഷന് സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്? എന്താ? അവൻ കിട്ടുന്ന പെണ്ണാണ് അവന്റെ സ്ത്രീധനം. സ്ത്രീയാണ് അവന്റെ ധനം. ശരിക്കും. അല്ലാതെ കാശ് വാങ്ങിച്ചു കെട്ടാനായിട്ട് നടക്കുന്നവൻ കച്ചവടക്കാരനാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നാളെ രാവിലെ ഈ തന്ന 101 പവനും നിന്നെയും കൂട്ടി ഞാൻ നേരെ നിന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്തിനാ ചേട്ടാ? ഞാൻ കവിത ചൊല്ലത്തില്ല. എന്നെ എന്തിനാ ഉപേക്ഷിക്കുന്നേ? അല്ല, അതിനല്ല. ഞാൻ നേരെ നിന്നെ കൂട്ടി നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ അച്ഛന്റെ മുമ്പിലേക്ക് ഈ 101 പവൻ അങ്ങ് ഇട്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ അച്ഛനോട് പറയും, അച്ഛാ, അച്ഛൻ കാണിച്ച വളരെ മോശമായി പോയി. അച്ഛനോട് ഞാൻ സ്ത്രീധനം ചോദിച്ചോ? എന്റെ കാരണവന്മാരാണ് ചോദിച്ചത്. ഞാൻ 10 പൈസ ചോദിച്ചിട്ടില്ല. അച്ഛനാ എനിക്ക് തരേണ്ടത് അച്ഛന്റെ ഈ പൊന്നു മോളെയാണ്. അച്ഛന്റെ പൊന്നു മോളാണ് എന്റെ സ്ത്രീധനം. അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഈ സ്വർണം മൊത്തം അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തേച്ച് നിന്നെയും കൈക്ക് പിടിച്ച് സ്ലോ മോഷനായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതാണ് എന്റെ ആഗ്രഹം.
ചേട്ടന്റെ ചിന്തകളൊക്കെ ഇത്തരത്തിലാണെങ്കിൽ ഞാനൊന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഓപ്പൺ ആക്ക്. പിന്നെന്താ? അയ്യോ അങ്ങനെ ആ ഓപ്പൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. മനസ്സ് ഇതേവരെ തുറന്നില്ലായിരുന്നു അന്നേരം. കുറച്ചൊക്കെ തുറന്നായിരുന്നു, ഇനി കുറച്ചും കൂടെ ഉണ്ട് ചേട്ടാ. തുറക്ക്. ചേട്ടൻ കരുതുന്ന പോലെ ഈ 101 പവന് സ്വർണ്ണം അല്ല, ഇത് മുക്കുപണ്ടമായിരുന്നു. എന്റെ അച്ഛനെ ഒരുപാട് പേരോട് പൈസയൊക്കെ ചോദിച്ചിരുന്നു. അച്ഛൻ ഭയങ്കര അഭിമാനമൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ നിങ്ങളടുത്ത് അങ്ങ് വാക്ക് പറഞ്ഞും പോയി. പക്ഷെ സമയത്തിന് ആരും പൈസ കൊടുത്തില്ല അച്ഛനെ. എല്ലാരും അച്ഛനെ പറ്റിക്കായിരുന്നു. ഈ ബന്ധുക്കൾ ഒരാള് ഞങ്ങൾക്ക് സ്വർണം തന്നില്ല. എന്നിട്ട് ഈ മുത്തശ്ശി എന്നാണ് മറ്റേ ചിമ്മിണി കൊച്ചമ്മ എന്നാന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശിയുടെ ഒക്കെ എന്നേ വിറ്റെന്നറിയാവോ? അതൊക്കെ പാരമ്പര്യമായിട്ട് അന്നേ അവരുടെ അച്ഛന്മാരെ തകർത്ത് കിടന്നു. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോ, ഒരാഴ്ചത്തെ താമസം ഉള്ളു ചേട്ടാ. ഒരാഴ്ച കഴിയുമ്പോ എന്റെ അച്ഛൻ ഒറിജിനൽ സ്വർണ്ണം ഇവിടെ മേടിച്ചുകൊണ്ട് തരും. എനിക്കത് വേണ്ട കുട്ടി. എനിക്ക് ശരിക്കും സ്വർണം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ശ്രീധരത്തോടും. ആർക്കെങ്കിലും ദക്ഷിണ കൊടുക്കാനോ ഇത് കൊടുക്കാനോ വല്ലതും ഉണ്ടോ? തെന്നിത്തനം കാണിക്കുന്നതിന് അതിരുണ്ട്. നിങ്ങളിത് 1 മണിക്കൂറിന് മുമ്പ് തുടങ്ങി ആദ്യം നിങ്ങൾക്ക് ആദ്യം പറയായിരുന്നു. ഇത്ര നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് വാക്ക് പറഞ്ഞില്ല? എന്ത് പറയാനായിട്ട്? മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ല എന്ന് പറയാറിയായിരുന്നു. ആദ്യമായിട്ട് എന്നെ അയാൾ ഇടിച്ചത്. പക്വാരിയല്ല ഇവനെ ഓടിച്ചേക്കുന്നത്. എനിക്ക് അച്ഛനെ തല്ലേണ്ട സാഹചര്യം നിങ്ങൾ ഒറ്റ ഒരു പെണ്ണുമുള്ള കാരണം അറിയാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നടക്കുന്ന ഫസ്റ്റ് നൈറ്റിന്റെ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? എന്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞില്ല? ഈ കിട്ടിയത് മുഴുവൻ മുക്കുകൊണ്ട് വന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആദ്യം അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങൾക്ക് കിട്ടിയത് മുക്കുമണ്ഡമാണെന്ന് നിങ്ങളോട് ഞങ്ങൾ എന്തിനാ പറയുന്നത്? ഞങ്ങളിത് കക്കാൻ വന്ന കള്ളന്മാരാണ്.